ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ, ടോപ്പ് ലൂസേഴ്സ് ആയത് ഏതൊക്കെയാണ്, ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ, ടോപ്പ് ബ്രോക്കറേജസ് ഏതൊക്കെയാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്, സ്വിംഗ് ട്രേഡിങ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് വിപണി ഓവറോളായിട്ട് നോക്കുകയാണെങ്കിൽ ഡൗണിലാണ്, റെഡ് ആണ് പറയാം. നിഫ്റ്റി 22,000 ബിലോ ക്ലോസ് ആയി. സെൻസസും ഡൗൺ ആയിട്ടുണ്ട് 790 പോയിന്റ്സ്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എല്ലാം തന്നെ വേഴ്സ്റ്റ് ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. 2% വെച്ചാണ് താഴേക്ക് പോയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഓൾ സെക്ടേഴ്സ് ഡൗണിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അതിൽ HUL ബിഗസ്റ്റ് ഗെയിനറായി. നല്ല പെർഫോം ചെയ്തിരിക്കുന്ന നിഫ്റ്റി IT സെക്ടറും വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന നിഫ്റ്റി എനർജി സെക്ടറും ആകുന്നു. പവർ ഗ്രിഡ് കോപ്പ് ബിഗസ്റ്റ് ലൂസറായി. സെൻസസ് 72,304 ക്ലോസ് ആയിട്ടുണ്ട്. നിഫ്റ്റി 50 21,951 ആൻഡ് നിഫ്റ്റി ബാങ്ക് 45,963 ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ബിഗ്ഗസ്റ്റ് ഗെയിനറായ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. HUL, TCS, ഭാരതി എയർടെൽ, അതുപോലെ ബിഗ്ഗസ്റ്റ് ഗെയിനേഴ്സ് ആയിട്ടുണ്ട്. സോ IT സ്റ്റോക്കുകൾ TCS, ഇൻഫോസിസ് ഒക്കെ ഗെയിനറായി. HUL ഗെയിനറായിരുന്നു. അതുപോലെ ഭാരതി എയർടെൽ. ബിഗ്ഗസ്റ്റ് ലൂസേഴ്സ് ആയത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ, അപ്പോളോ ഹോസ്പിറ്റൽ, ഏഷ്യർ മോട്ടോഴ്സ്, മാരുതി സുസുക്കി തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഓക്കെ, സോ ഇനി ഏതൊക്കെ സ്റ്റോക്കിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സ്വിംഗ് ട്രേഡിങ്ങിന് ടോപ്പ് ബ്രോക്കറേജസ് ഏതൊക്കെ സ്റ്റോക്കിലാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് 200 റുപ്പീസിന് താഴെ ഏതൊക്കെ സ്റ്റോക്കുകൾ ഉയരാൻ സാധ്യതയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട സ്റ്റോക്ക് ഈ ഒരു CESC ആണ്. സോ എല്ലാ സ്റ്റോക്കുകളും ഇന്ന് ഡൗൺ ആയതുകൊണ്ട് ഈ CESCയും 1% ഡൗൺ ആണ്. സോ 129 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 137 വരെ പോകുമെന്നാണ് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 127 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. CESC ഒരു പവർ ജനറേഷൻ ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ ഗെയിൽ, ഇതിപ്പോൾ ഇന്ന് ഡൗൺ ആണെന്ന് നോക്കണം, നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കാണ്. സോ 2 weeks to 1 month ടൈം ഫ്രെയിമിനുള്ളിൽ ടാർഗറ്റ് എന്തായാലും ഹിറ്റ് ആവും. ദെൻ ഗെയിൽ ഈ ഒരു ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്. 179 കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 190 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, 175 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ദെൻ കാസ്ട്രോൾ എന്ത് ചെയ്യുക, തേർഡ് സ്റ്റോക്ക്. കാസ്ട്രോൾ എന്ത് ചെയ്യുക 197 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 217 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 200 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. പിന്നെ ഫോർത്ത് സ്റ്റോക്ക് ലാർസൺ ആൻഡ് ടൂബ്രോ. L&T ഒക്കെ നല്ലൊരു സ്റ്റോക്കാണ്. എസ്പെഷ്യലി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പറിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന സ്റ്റോക്കാണ്. 3,470 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ 3,730 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 3,400 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. പിന്നെ DLF ഈ ഒരു റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 899 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 935 ആനന്ദ് രതിയാണ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 900 നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. പിന്നെ സെൻസാർ ടെക്നോളജി 544 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ 550 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 570 വരെ പോകാൻ സാധ്യതയുണ്ട്. സ്റ്റോപ്പ് ലോസ് 535 വയ്ക്കുക. പ്രഭുദാസ് ലീലാധർ ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. BSE ലിമിറ്റഡ്. സോ 2,337 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. സോ 2,400 ഫസ്റ്റ് ടാർഗറ്റ്. 2,510 വരെ പോകാൻ സാധ്യതയുണ്ട്. 2,320 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. നെക്സ്റ്റ് ഇൻഡസ് ഇന്ത്യൻ ബാങ്ക് 1,449 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 2.94% ഡൗൺ ആണ്. ബട്ട് സ്റ്റിൽ ഈ സ്റ്റോക്ക് ഉയരും. 1,560 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 1,455 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ദെൻ റെയിൽടെൽ
റൈറ്റൽ ഇന്ന് 3.30% ഡൗൺ ആയിട്ടുണ്ട്. 454ലാണ് ട്രേഡ് ചെയ്യുന്നത്. 515 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 440 എന്ത് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ടാറ്റ മോട്ടോഴ്സ് 958 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 960 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 980,000 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. 942 എന്ത് ചെയ്യുക സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അപ്പോൾ ഈ ഒരു 10 സ്റ്റോക്കിലാണ് ഈ ഒരു സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റോക്കുകൾ നല്ലോണം ബ്രേക്കൗട്ട് തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുക കമൻസിൽ രേഖപ്പെടുത്തുക. പിന്നെ ഒത്തിരി IPOs വന്നിട്ടുണ്ട്. ആ IPOയുടെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ റുപ്പി ഇന്ന് മാർജിനലി റോവറായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. 82.93 പെർ ഡോളർ. പ്രീവിയസ് ക്ലോസ് 82.90. BSE മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് 2% വെച്ച് കുറഞ്ഞിട്ടുണ്ട്. ഓൾ സെക്ടേഴ്സും റെഡിലാണ്. ഓട്ടോ, ഗ്യാസ്, ഓയിൽ, പവർ, റിയാലിറ്റി എല്ലാം തന്നെ 2% കുറഞ്ഞിരിക്കുന്നത്. മാക്സ് ഫിനാൻഷ്യൽ സർവീസസിന് ജെഫ്രീസ് ഒരു ബൈക്കോൾ ടാർഗറ്റ് നൽകിയിട്ടുണ്ട് 1200 പെർ ഷെയർ വെച്ചിട്ട്. ഓക്കെ, സോ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കിലും നിന്ന് മാർക്കറ്റ് റിക്കവർ ആകും. സോ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് രേഖപ്പെടുത്തുക. നിഫ്റ്റിയുടെ റേഞ്ചസ് അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ റേഞ്ചസ് ഒക്കെ നമുക്ക് ടെലഗ്രാമിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനലിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ലൈവ് കോൾസ്, അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇൻട്രാഡേ ഇതുപോലെ ഓപ്ഷൻസ് ട്രേഡിങ്ങിൻ്റെയൊക്കെ. അതുപോലെ പ്ലേലിസ്റ്റും ചെക്ക് ചെയ്യുക. ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺസ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചുള്ള വീഡിയോസ്, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം എന്നുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഷോർട്ട് സെല്ലിങ്ങിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്യാത്തത്. അത് നിങ്ങൾ ഈ ഒരു സെർച്ചിൽ പോയി കഴിഞ്ഞിട്ട് ഇതിൽ ആ ഒരു ഷോർട്ട് സെല്ലിങ്ങിന് കൊടുത്താൽ അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്ത് പ്ലേ ചെയ്ത് കാണുക. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.